ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ നെല്ലിക്ക ഉപ്പിലിട്ടത് പാക്ക് ചെയ്യാൻ പോവാണ്. കണ്ടോ, ഇത് നാടൻ നെല്ലിക്ക ആയതുകൊണ്ടാട്ടോ കളറ്. ഇത് നെല്ലിക്ക കേടല്ല. ഇന്ന് കാൽനട യാത്രയിലല്ല. ഇന്നത്തെ വിശേഷം എന്താണെന്നറിയാം. നെജില ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നെജില ഒരു വീഡിയോ ഇട്ടെന്നല്ല, നെജില ചെയ്യുന്ന ഒരു കാര്യം നെജില ചെയ്യുന്നുണ്ട്. അത് എനിക്ക് എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. എനിക്ക് കഞ്ഞിക്ക് വകയില്ലെങ്കിലും എനിക്ക് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ കഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ വയസ്സായിട്ട് ഈ പെൺകുട്ടികൾ മാത്രമുള്ള ആൾക്കാരുണ്ടാവും. പെൺകുട്ടികൾ മാത്രമുള്ള ആൾക്കാർ, അച്ഛനമ്മമാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ വയസ്സായിട്ടിരിക്കണുണ്ട്. അവർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. പെൺകുട്ടികൾ വല്ലപ്പോഴും കൊടുത്താൽ മാത്രം ജീവിച്ച് പോകുന്ന, അല്ലെങ്കിൽ അവരെ പെൻഷൻ കൊണ്ട് മാത്രം ജീവിച്ച് പോകുന്ന, ഇടിഞ്ഞു പൊളിഞ്ഞിട്ടൊക്കെ ഓരോ വീടുകളിൽ താമസിക്കുന്ന മാതാപിതാക്കളുണ്ട്, വയസ്സായ ആൾക്കാർ. പിന്നെ അതേപോലെ തന്നെ ഭർത്താക്കന്മാർ വരുമാനം ഇല്ലാണ്ട് ചെറിയ എന്തെങ്കിലും ജോലി ഉള്ളോ, കുട്ടികൾ 3 or 4 ഉണ്ടാവും, അവറ്റകൾക്കൊക്കെ കേടും വയ്യായ അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ അവർക്ക് കുട്ടികൾ ചെറുതുള്ളത് കൊണ്ട് ചിലപ്പോൾ ആ പെണ്ണിന് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാവും. ചിലപ്പോൾ വയസ്സായ ഉമ്മ ബാപ്പ ആരെങ്കിലും അവിടെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഇട്ടിട്ട് ഏൽപ്പിച്ച് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരാൾ കൊത്തി കൊണ്ടുവന്നിട്ട് ഈ 4-5 പേരുടെ 6 പേരുടെ ഒക്കെ ജീവിതം കഴിയാതെ, കുട്ടികൾ സ്കൂളിൽ പോകണ നേരത്തെ അവർക്ക് ഓരോരോ സാധനങ്ങൾ സ്കൂൾ ആവശ്യത്തിന്, അല്ലെങ്കിൽ കറണ്ട് ബില്ലടക്കാണ്ടാവില്ല, അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാവില്ല. അതല്ലെങ്കിൽ എല്ലാവരും കുട്ടികൾക്ക് തന്നെ ഇപ്പോൾ ഈ സാധാരണ ചോറും കറിയൊന്നും കുട്ടികൾക്ക് പറ്റില്ല. അപ്പോൾ എപ്പോഴും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഇറച്ചി മീനൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കണമെന്ന് എത്ര ഇല്ലാത്തത് അന്ധതയുള്ള ആർക്കും മാതാപിതാക്കൾക്ക് ആഗ്രഹം ഉണ്ടാവും. എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു മീൻ ഒരാഴ്ചയിൽ ഒരു ദിവസമൊന്ന് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവരുടെ ഉണ്ടാവില്ല. അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു മാസത്തിൽ ഒരു 100 രൂപ വെച്ചെങ്കിലും കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഒരുപാട് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. കാരണം എൻ്റെ കാര്യങ്ങൾ തന്നെ ഇഷ്ടം പോലെ കിടക്കാൻ, പെൺകുട്ടികളെ കെട്ടിച്ച ബാധ്യതയും വീട് വെച്ച ബാധ്യതയും അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുക. പിന്നെ എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആരും കൊണ്ടുവന്ന് തരാനും ഇല്ല. ഞാൻ ഇതേപോലെ വീട്ടിലിരുന്നിട്ട് ചെയ്തിട്ടുള്ളൊരു വരുമാനം മാത്രമാണ് എനിക്കുള്ളത്. എൻ്റെ വയറന്നെ പട്ടിണിയാണ്. അപ്പോൾ പിന്നെ മറ്റൊരാൾക്ക് കൊടുക്കാൻ എവിടെ നിന്നുണ്ടാവും? എന്നാലും അവരുടെ മനസ്സിലാഗ്രഹം, വലിയ ആഗ്രഹങ്ങളാണ്. അവർക്ക് ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ എന്ന് വരെ ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ്. നമുക്കൊന്നും ചെയ്യാനും പറ്റണില്ല. അപ്പോൾ നെജിലാനെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു 40,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവൾക്കൊരാളെ സഹായിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ അവളേത്തുള്ളത് ഒരു 100 രൂപ അവളുടെ കയ്യിലുള്ളൂ. അതും എടുത്ത് അവൾക്ക് ആരെന്നെങ്കിലും ഈ 4,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ആരോടേലും ചോദിച്ചാൽ ഒരു 100 പേരെങ്കിലും 120 രൂപ കൊടുത്താൽ അവൾക്ക് ആ ഒരു വ്യക്തിനെ സഹായിക്കാൻ പറ്റും എന്ന് അവൾക്ക് തോന്നിയിട്ടാണ്, അവളെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് അവൾ അങ്ങനെ ഒരു വീഡിയോ ഇട്ടതും. പിന്നെ അങ്ങനെ ആ ഗൂഗിൾ പേ നമ്പർ കൊടുത്തതും ഒക്കെ അങ്ങനെയാണ്. അത് കൊടുത്ത് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ വലിയൊരു കാര്യമല്ലേ. അതിപ്പോൾ എല്ലാവരെ കൊണ്ടും പറ്റുമോ? ഇപ്പോൾ എനിക്ക് പറ്റില്ല. കാരണം എനിക്കിപ്പോൾ ഒരാളെടുത്ത് ഞാൻ ചെന്നിട്ട് ഇപ്പോൾ ഇന്ന ആളിങ്ങനെ ഒന്നുമില്ല, അത് അന്നം വെള്ളം ഇല്ലാതെ അവിടെ കിടക്കുന്നുണ്ട്, എന്തെങ്കിലും അതിനൊന്നും കൊടുക്കാമായിരുന്നെന്ന് പറഞ്ഞു. ഇപ്പം ഈ സംഘമുണ്ട്, കുടുംബശ്രീ ഉണ്ടല്ലേ, അവിടെ ഇപ്പോൾ ഒരു കുടുംബശ്രീയിൽ ഒരു 10-20 പേരുണ്ടാവും. നമ്മൾ ഇന്ന ആൾക്ക് കുടുംബശ്രീ ചിലപ്പോൾ ഇല്ലാത്ത ഒരാളാവും, ഇന്ന ആൾക്ക് ഒരു 100 രൂപ എല്ലാവരും വെച്ചിട്ട് കൊടുക്കുക, അവരിങ്ങനെ കഷ്ടപ്പെടണമെന്ന് പറയുമ്പോൾ ആ 20 ആൾക്ക് 20 അഭിപ്രായമാവും. 20 അഭിപ്രായമുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് അത് കൊടുക്കുന്നുണ്ട്, അവർക്ക് അവരുടെ വീട്ടിൽ അതുണ്ട്, അവരുടെ വീട്ടിൽ ഇതുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ 20 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പാക്കിയിട്ട് ഈ ഒരാളുടെ നല്ല മനസ്സ് കൂടി വെറുപ്പിക്കുക അവർ.
നമുക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്ന ആൾ അല്ലെങ്കിൽ ഒരു അഭിപ്രായം വെച്ച ആൾ പോലും പിന്നീട് ഒരിക്കലും നാവുബന്ധിക്കാത്ത വിധം അങ്ങോട്ട് ഇതാക്കും ഈ 20 പേരും കൂടിയിട്ട്. അപ്പോൾ അങ്ങനത്തെയാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തൊരു കാര്യം ഒരാളടുത്ത് പറഞ്ഞാൽ അത് നല്ലതായാലും ചീത്തയായാലും അത് പിന്നെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതൊരു സ്വഭാവമാണ് എനിക്കറിയാവുന്ന ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പറ്റാത്തതുകൊണ്ടാണ് ചെയ്യാതെ ഞാൻ ഇരിക്കുന്നത്. പക്ഷേ നെസ്ലാക്ക് 40,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരടുത്ത് പറഞ്ഞാൽ അവൾക്കൊരു 100 പേരെങ്കിലും 120 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപ അയച്ചു കൊടുത്താൽ അവൾക്ക് ആ ആൾക്കാർക്കൊരു സഹായിച്ചാൽ. അപ്പോൾ അവർ രോഗം വന്നിട്ട് ചികിത്സിക്കാൻ ഡോക്ടർക്ക് പോകാൻ പൈസ ഇല്ലാതെ ഇരിക്കുന്ന സമയത്താവും ഇവളൊരു 5,000 അല്ലെങ്കിൽ ഒരു 4,000 രൂപ കൊടുക്കണത്. അപ്പോൾ ആ കിട്ടുന്ന ആളുടെ മനസ്സിലത്തെ സന്തോഷം എന്താണ്? അപ്പോൾ അതവൾക്ക് കിട്ടും. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൾ ചെയ്യട്ടെ എന്നാണ് ഞാൻ പറയണത്. അവൾ ചെയ്യട്ടെ. നിങ്ങളൊരാളും നെഗറ്റീവ് കമൻ്റ് അടിക്കണ്ട. കൊടുക്കുന്നവർ കൊടുക്കട്ടെ, കൊടുക്കാത്തവർ കൊടുക്കണ്ട, ഇഷ്ടമില്ലാത്തവർ കൊടുക്കണ്ട. കൊടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ എത്രയോ ആൾക്കാരുണ്ട്. നമ്മുടെ വീടിൻ്റെ മുന്നിൽ വന്നിട്ട് ഒരാൾ കൈ നീട്ടുമ്പോൾ ലക്ഷങ്ങളും കോടികളൊക്കെ ബാങ്കിലേക്ക് എടുക്കുമ്പോഴും പിന്നെ ഒരു 5 രൂപ എടുത്തിട്ട് അവർക്ക് കൊടുക്കാത്ത ആൾക്കാർ എത്ര ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ അവരവരെ വയറ് പട്ടിണിയായാലും ഒരാൾ വീടിൻ്റെ മുന്നിൽ വന്ന് കൈ നീട്ടിയാൽ ഒരു 10 രൂപ അവിടെ തപ്പി ഇവിടെ തപ്പി കാശും കൊടുക്കുന്നത് അല്ലെങ്കിൽ വല്ല പാത്രത്തിൽ ഇട്ടച്ചത് അതെങ്കിലും എടുത്ത് കൊടുത്തിട്ട് ചിലപ്പോൾ ആ 10 രൂപ തന്നെ അവരെ വീട്ടിലുണ്ടാവുള്ളൂ. അതെടുത്ത് കൊടുക്കുന്ന ആൾക്കാർ എത്ര ഉണ്ടാവും? അപ്പോൾ ഈ വരുന്ന ആൾക്കാർ ചിലപ്പോൾ വേറെ വല്ല രാജ്യത്തുള്ള ആൾക്കാരോ നമ്മൾ അറിയുന്ന ആൾക്കാരൊന്നും ആവില്ല. അവർ പറഞ്ഞത് നേരാണോ അല്ലേന്നൊന്നും അന്വേഷിച്ചിട്ടല്ല അത് കൊടുക്കുന്നത്. അത് ആ കൊടുക്കുന്ന ആൾക്ക് നാളെ ഖബറിലേക്ക് ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. ദുന്യാവിൽ ഉപകാരം കിട്ടാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. അതുപോലെയാണ്. അതാണ് ഞാൻ പറയണത്. കൊടുക്കുന്നവർ കൊടുക്കട്ടെ. ഈ ആൾക്കാർ അന്നം മുടക്കണ്ട ഒരാളും. ഈ നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ടും റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടും ഇതൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുടെ അവരുടെ അന്നത്തിൽ അവരെ കഞ്ഞിയിലും മണ്ണുത്തിടണ്ട. അവരുടെ അന്നം മുടക്കണ്ട. നമുക്കിഷ്ടമില്ലേ നമ്മൾ കൊടുക്കണ്ട. അത്ര തന്നെ ഉള്ളൂ. അതായത് കൊടുക്കുന്നവരെ മുടക്കണ്ട. കാരണം ഇപ്പോൾ ഈ പിന്നെ ഫേസ്ബുക്കിലും ഇവിടെയൊക്കെ ഓരോരോ അസുഖങ്ങൾ വന്നിട്ട് വലിയ വലിയ എമൗണ്ടുകൾ ചോദിച്ചിട്ടൊക്കെ ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്കിപ്പോൾ ഒരു കുട്ടിക്ക് സുഖമില്ല, ഒരു 10-15 വയസ്സായ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബനാഥന് എന്തെങ്കിലും ആക്സിഡൻ്റായി അതായി കിടക്കുകയെന്ന് വെച്ചാൽ ആ ആളെ രക്ഷിക്കണം എന്ന് അവിടെ ഉള്ളവരെ ആഗ്രഹമാണ്. അപ്പോൾ ആ ഒരു പൈസയുടെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇന്ന് എല്ലാ മനുഷ്യർക്കുള്ളത്. പൈസ തന്നെയാണ് ഇന്ന് വലുത്. അതിനകത്ത് അപ്പുറത്തൊന്നുമില്ല. അന്ന് പൈസനായിട്ട് വലുതായിട്ടൊന്നും ഒന്നുമില്ല. പിന്നെ പണത്തെക്കാളും വലിയ സ്നേഹമല്ലേ, അതൊക്കെ പറയാനേ പറ്റുള്ളൂ. പണം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് വലുത്. ഒരു ജീവൻ പെടയെന്ന് കണ്ടാൽ പോലും ഒരു 10 രൂപ എടുത്ത് കൊടുത്ത് അതിനെ രക്ഷിക്കാൻ നോക്കണമെങ്കിൽ നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിലും ഒക്കെ പൈസ തന്നെ വേണം. അപ്പോൾ പൈസയൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ഒരാൾക്കിപ്പോൾ ഒരാളുടെ അടുത്ത് നിന്ന് 1000 രൂപ വാങ്ങണതും ഒരാളോട് 1000 രൂപ തരുമോ നിങ്ങൾക്ക് കുട്ടി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനെന്ന് പറയുന്നതിലും ഏറ്റവും ബെറ്റർ എന്താ? അപ്പോൾ ആ 1000 രൂപ ആൾക്ക് കൊടുക്കാൻ 1000 രൂപ കൊടുക്കണ്ടേ? ആൾക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ അത്രയും കൊടുക്കാൻ ആൾക്ക് മനസ്സുണ്ടാവില്ല. അപ്പോൾ ഒരു 10 ആൾ 120 രൂപ കൊടുത്താൽ ആർക്കും ഒരു ഭാരമാവില്ല. അപ്പോൾ ഈ 1000 രൂപ ഒരാൾ കൊടുക്കുമ്പോൾ ആൾക്കതൊരു ഭാരം തന്നെയാണ്. അപ്പോൾ 10 ആൾ 100 രൂപ കൊടുക്കുമ്പോൾ ഈ 10 പേർക്ക് അതൊരു ഭാരമാവണില്ല. അപ്പോൾ ആ കിട്ടുന്ന ആൾക്ക് 1000 രൂപയുടെ കാര്യം നടക്കും ചെയ്യും. അപ്പം അതുകൊണ്ട് ആരും ഈ പിന്നെ ചാരിറ്റി അത് ഉടായിപ്പാണ്, അത് കള്ളത്തരാണ്, അത് പറ്റിക്കലാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നിർധനരായ ആൾക്കാരുടെ കഞ്ഞിയിൽ മണ്ണ് വീഴും കൂടി ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുക, ഇഷ്ടമില്ലെങ്കിൽ കൊടുക്കണ്ടെങ്കിൽ കൊടുക്കണ്ട. അവർ തട്ടിപ്പാണ് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ കൊടുക്കണ്ട. കൊടുക്കണവർ കൊടുത്തോട്ടെ. അത് കൊടുക്കുന്നവരെ മുടക്കണം എന്തിനാണ്? അപ്പം നെജിൽ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അവൾ ചാരിറ്റി നിർത്തുകയാണ് എന്നൊക്കെ വീഡിയോ ഇട്ടുണ്ട്. അതൊന്നും അവൾ നിർത്തേണ്ട കാര്യമില്ല. അവൾ ജീവിക്കുന്നതിനോട് കൂടി തന്നെ മറ്റുള്ളവരും ജീവിക്കട്ടെ. നമ്മളിപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ മക്കളെ ജീവിക്കുന്നതോടു കൂടി നമ്മൾ ജീവിക്കുക. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മക്കൾ ജീവിക്കുക മാത്രം, മക്കളാണ് ജീവിക്കൽ, രക്ഷിതാക്കൾ ജീവിക്കലില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മക്കളും ഒപ്പം രക്ഷിതാക്കളും ജീവിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ജീവിതം. അതേപോലെ തന്നെ ഇതും നമ്മളും ജീവിക്കുക. നമ്മൾ